ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും അല്ലേ. കാരണം ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പ്, അതായത് ലെയർ ടോപ്പ്, അതിൻ്റെ വിത്ത് സ്ലീവാണ് ഹൈലൈറ്റ് ഇട്ടാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എങ്ങനെയാണ് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം. നമ്മുടെ മെയിൻ ക്ലോത്ത് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് ഫസ്റ്റ് നമുക്ക് അടിച്ചെടുക്കാം. അതിന് വേണ്ടി നമ്മൾ ലൈനിങ് നിവർത്തി വെച്ചിട്ടുണ്ട് ബോഡീൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ബോഡീൻ്റെ നല്ല പാർട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തുണി തെന്നിപ്പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം സെക്യൂരിറ്റി അവിടെ നിൽക്കും. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ഈ നെക്ക് വരുന്ന ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ ലൈനിങ്ങിൽ പൊതുവേ ഞാൻ നെക്ക് ആദ്യമേ കട്ട് ചെയ്യാറില്ല, മെയിൻ ഫാബ്രിക്കിൽ മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നെക്കൊന്ന് അടിച്ച ശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലൈനിങ് ആയിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതുപോലെ നമ്മൾ ആ ഒരു ഇപ്പം ചെയ്ത സ്റ്റിച്ചിന് കൊള്ളാതെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക. ഒന്നല്ല, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, കുഞ്ഞു കട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നല്ല ഭാഗത്തോട്ട് ഇതിനെ ഇതുപോലെ തിരിച്ചിടണം. അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിക്ക്, ലൈനിങ് അകത്ത് വരുന്ന രീതിക്കോട്ട് ഇങ്ങനെ മറിച്ചിടണം. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇല്ല, ബോഡീൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി പറഞ്ഞുതരാം. നമ്മൾ നോർമലി ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പ്ലെയിനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗത്ത് നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ കാണും. അപ്പോൾ അത് കാണാത്ത രീതിക്ക് എങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഭാഗവും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിയിൽ വരുന്ന ലൈനിങ് എടുത്ത് മുകൾ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട് ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒന്ന് അടിയിൽ വെക്കുക. അതിന് മുകളിലായിട്ട് അതായത് നമ്മൾ അടിയിൽ നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഫ്രണ്ട് പാർട്ട് വെക്കുക. ശേഷം നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും അടിഭാഗത്ത് വരുന്ന ലൈനിങ് നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് അങ്ങനെ കൊണ്ടുവരിക. നമ്മൾ പറയുന്നതിനെക്കാട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ കൊണ്ടുവരാം. അതിനുശേഷം നമുക്കതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത്, അതായത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത കാര്യങ്ങളോ അതിൻ്റെ ആ ഒരു തുമ്പും കാര്യങ്ങളും ഒന്നും കാണാതെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. ഈ ഒരു മെത്തേഡ് നമുക്ക് എല്ലാ ഡ്രസ്സിനും ചെയ്ത് കൊടുക്കാം. നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിനായാലും നമ്മൾ എല്ലാ ഡ്രസ്സിനും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഷോൾഡറും നമ്മളങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ചടിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ പതിച്ചെടുക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് പതിച്ചടിച്ച് കൊടുത്താൽ നമുക്കൊന്നുകൂടി നല്ല രീതിക്ക് നിൽക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ലൈനിങ് ആയിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്ന, ഫസ്റ്റായിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും നല്ല ഫാബ്രിക്കും രണ്ടും തമ്മിൽ എന്താ പറയുക, ഒരു തെന്നിപ്പോന്നൊക്കെ ഡൗട്ടില്ലവരാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഒന്ന് ആം ഹോളും നമ്മളെ ബോഡീൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് ഒന്ന് എന്താ പറയുക, രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുകളിലോട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഈ സ്ലീവ് എങ്ങനെയാണെന്ന് കാണാനായിരിക്കും കൂടുതൽ ആൾക്കാരും ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് വരും കേട്ടോ. അതിനുശേഷം മാത്രം സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ താഴ്ത്തിയിട്ട് ഇതുപോലെ ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ സ്റ്റിച്ചായിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ നൂല് വലിച്ചിട്ടാണ് ഇവിടെ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. വേണമെങ്കിൽ ഡയറക്റ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ നൂല് വലിച്ചിട്ട് പ്ലീറ്റ് നമ്മൾ ചെയ്യലുണ്ടല്ലേ, സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അതാണ് കൂടുതലായിട്ട് എനിക്കൊരു കുറച്ചും കൂടെ ഒരു വൃത്തിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ നമ്മുടെ മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നൂല് വലിച്ചെടുക്കുമ്പം
നല്ല ഈസി ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതാ നമ്മളൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ താഴ്ത്തിയിട്ട് ഇതുപോലെ നമ്മളെ മുകൾ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കട്ടിട്ടതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്ക് 2 സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ നമ്മൾ 2 സ്ലീവും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നൂല് വലിച്ചെടുക്കുക. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് ഇതുപോലെ 2 നൂല് കാണുമല്ലോ. അപ്പോൾ അതിൽ ഒരു നൂല് മാത്രം വലിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് ഒരു നൂല് മാത്രം വലിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ആ നൂല് പെട്ടെന്ന് കട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത സ്റ്റിച്ച് കംപ്ലീറ്റ് ഇളകിപ്പോരും. ഇതുപോലെ ഒരു നൂല് മാത്രം, ഒരു ഭാഗത്തെ ഒരു നൂല് മാത്രം വലിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വക എല്ലാവർക്കും ഇപ്പം അറിയും, പക്ഷെ എന്നാലും അറിയാത്തവർക്കും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ നൂല് വലിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വലിച്ചിട്ട് നമ്മളുടെ ആ ഒരു പ്ലീറ്റൊക്കെ ആക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമ്മളെ നമ്മളെ ബോഡിയുടെ ഒരു ആംഹോളിൻ്റെ ആ ഭാഗമായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അവിടെ ഒരു 2ഉം സെയിം അളവാന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ലീവ് പകുതിയാക്കിയിട്ട് മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ആംഹോളിൻ്റെ ഒരു പകുതി ഭാഗത്ത് നമുക്ക് ഇത് കണക്കായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് അധികമായിട്ട് വരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവുകൾ 2ഉം ഇതുപോലെ പ്ലീറ്റിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മളെ സ്ലീവിൻ്റെ ഒരു പ്ലേറ്റ് ഒക്കെ ഇല്ല, സ്ലീവിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ, അതായത് നടുഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി സ്ലീവായിട്ട് ആംഹോളായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത്, അതായത് നമ്മളെ ബോഡിയുടെ ആംഹോളായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ മെഷർമെൻറ്റ്സ് എല്ലാം അളവൊക്കെ എടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അളവൊക്കെ ഇങ്ങനെ വരുന്ന 4 ഇഞ്ച് വരും. അതിൽ 1/2 ഇഞ്ച് നമ്മൾ നെക്ക് അടിച്ചിട്ട് പോകും. ബാക്കി 3.5 ഉണ്ട്. അപ്പോൾ 3 നോർമൽ ഷോൾഡറിൻ്റെ അളവ്. 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യാനും കൂടിയിട്ടാണ്. ടോട്ടൽ അതാണ് 4 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചുമായിട്ട് നമുക്ക് നമ്മളെ ബോഡിയുടെ 1/2 ഇഞ്ചുമായിട്ട് നമുക്ക് സ്ലീവ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ വരുന്ന ഈ 1/2 ഇഞ്ചുമായിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് എടുക്കണം. എപ്പോഴും നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നടുഭാഗത്ത് വെച്ചിട്ട് തന്നെ, അതായത് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എപ്പോഴും സ്ലീവ് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗത്തുനിന്ന് നമ്മൾ, അതായത് ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയതാണെങ്കിൽ മറ്റേ അറ്റത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം സ്ലീവിന് ഇറക്കക്കുറവ് പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. പ്രത്യേകിച്ച് ഈ സ്ലീവിന് നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു നടുഭാഗത്ത് വരുന്ന ഒരു പ്ലീറ്റൊക്കെ ഏതെങ്കിലും ഒരു സൈഡിനോട്ടൊക്കെ ആയിപ്പോകും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയാൽ. അപ്പം എപ്പോഴും ഇതുപോലെ സ്ലീവിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലീറ്റിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ആ പ്ലീറ്റ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിന്. അതും നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം ഒരു ഭാഗത്തോട്ട് അടിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ ആ നടുഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തോട്ടും കൂടി സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാറില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സ്ലീവും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ പ്ലീറ്റൊക്കെ ഈക്വലായിട്ട് 2 ഭാഗത്തോട്ടും ഒരുപോലെ തന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഒരു നടുഭാഗത്ത് തുടങ്ങിയിട്ട് ഈക്വലായിട്ട് 2 ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ആ പ്ലീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടില്ലേ അതുപോലെ തന്നെയാണ്. നോർമലി എല്ലാ സ്ലീവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ബോഡിയുടെ ഷോൾഡറിൻ്റെ ആ ഒരു നല്ല ഭാഗത്തോട്ട് നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ട് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാറ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ അറ്റം ഉണ്ടല്ലോ, നമ്മൾ കഫ് പിടിപ്പിക്കേണ്ട ആ ഒരു ഭാഗമുണ്ട്, സ്ലീവിൻ്റെ അറ്റം. ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നൂല് വലിച്ചിട്ട് അവിടെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ചാക്കി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ 1/2 ഇഞ്ച് മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു പ്രഷർ ഫുഡിൻ്റെ ആ ഒരു വീതിക്കാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു രീതിക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് വലിയ സ്റ്റിച്ചായിട്ട് ഒന്ന് പ്ലെയിനായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ നമുക്ക് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ 1/4 ഇഞ്ച് ആ ഒരു രീതിക്ക് നമ്മൾ പൊതുവെ എടുക്കാതിരിക്കും. ഒരു 1/2 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ് കാണാനും ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കഫൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ട് പോലെ ആവും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്തായാലും എടുക്കണം. പിന്നെ ഇനി കഫിൽ ക്യാൻവാസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ ഇത്. പേപ്പർ ക്യാൻവാസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. ക്യാൻവാസ് 2 തരത്തിലുണ്ട്. നമ്മളെ ഷർട്ടിൻ്റെ കോളറൊക്കെ നമ്മൾ നോർമലി ജെൻസിൻ്റെയൊക്കെ ഷർട്ടിൻ്റെ കോളറൊക്കെ വെക്കുന്നത് നമ്മൾ വേറെ കുറച്ച് കട്ടിയിലെ ക്യാൻവാസാണ്. ഇത് നമ്മളെ പേപ്പർ ക്യാൻവാസ്. ഇത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഇസ്തിരിട്ട് കൊടുക്കുക, അയൺ ചെയ്ത് കൊടുക്കുക വേണ്ടത്.
ഇതിൽ ഒരു എന്താ ഒരു ഗ്ലേസിങ് പോലെ ഒരു പശ പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. നമ്മളെ കയ്യിൽ പറ്റൂല, പക്ഷേ ഇത് നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ചൂട് പറ്റുന്ന സമയത്ത് നമ്മൾ തുണിയിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാൻവാസ് എന്താണെന്ന് അറിയാത്തവരുണ്ട്. നമ്മൾ പൊതുവെ ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചിത്രം വരയ്ക്കുന്നതൊക്കെ ക്യാൻവാസ്, അതൊക്കെ നമ്മളെ മനസ്സിൽ വരും. അതല്ല, ഇത് നോർമലി നമ്മൾ ഡ്രസ്സിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പേപ്പർ ക്യാൻവാസ്. ഓവർ കട്ടിയിൽ നിൽക്കുകയും ചെയ്യില്ല എന്ന് കരുതി നമ്മൾ ആ ഒരു തുണി മാത്രമായിട്ട് ഇങ്ങനെ കഫാക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ, ഒരു അയഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി ഒരു പെർഫെക്ഷനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടുള്ളത്. പേപ്പർ ക്യാൻവാസ് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തുണി മാത്രം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നമ്മൾ ആ ഒരു കഫിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ അകത്ത് ഞാൻ ക്യാൻവാസൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് അയൺ ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് നമ്മൾ ക്യാൻവാസായിട്ട് അറ്റാച്ച് ചെയ്ത നമ്മളെ കഫിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം ഇതുപോലെ തന്നെ ആ ഒരു നടുഭാഗമായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ സ്ലീവൊക്കെ എന്ത് ജോയിൻ ചെയ്യുമ്പോഴും ആ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും അതുപോലെ തന്നെ നമ്മളെ കഫിൻ്റെ സെൻറ്റർ പോർഷനും രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടേക്കും, അതായത് ലെഫ്റ്റ് റൈറ്റിലോട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോരാട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കഫിൻ്റെ നല്ല ഭാഗം, അതായത് ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നല്ല ഭാഗവും നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും രണ്ടും കൂടെ ഫേസ് ടു ഫേസ് വെച്ചിട്ടാണ് ഞാനിപ്പം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സ്ലീവ് നമ്മൾ താഴ്ഭാഗത്തൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിപ്പോൾ നമുക്ക് തെന്നിപ്പോകുന്നൊക്കെ ഡൗട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ മുകളിലേക്കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പൊതുവേ ചെയ്യാറില്ല, ഇതിപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മളെ കഫായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്ലീറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി നമുക്ക് അവിടെ ആവശ്യത്തിലധികം കുറച്ച് വീതിയും അതങ്ങനെയൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്. അതായത് നമ്മൾ പ്ലീറ്റ് ഇട്ടത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഒരുപോലെ അല്ല തെന്നി മാറുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സ്ലീവ് അടിഭാഗത്ത് പ്ലീറ്റ് ഇട്ട ആ ഒരു സമയമില്ലേ, നമ്മൾ നൂല് വലിച്ച് പ്ലീറ്റ് ഇട്ട പാടന്നെ നമുക്ക് ജസ്റ്റ് അതിന് മുകളിലേക്ക് കൂടി ഒരു അടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവ് നമ്മുടെ കഫ് നമ്മുടെ ആ ഒരു സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടിഭാഗമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഫിൻ്റെ ആ ഒരു ഭാഗമില്ലേ, കഫിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ ഒരറ്റം നമ്മൾ ക്യാൻവാസിലെ അറ്റം നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ അറ്റം നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ 1/4 ഇഞ്ച് മതിയാവും കേട്ടോ. ആ ഒരു രീതിക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾ ഒരു രീതിക്ക്, അതിൽ അധികമൊന്നും വേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇതിന് മുകളിൽ വെച്ചിട്ട് അടിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചടിച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ആദ്യമേ ഫോൾഡ് ചെയ്തിട്ട് ഒരു അടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഒരു ഈസി ആയിട്ട് അടിക്കാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ നമ്മളുടെ ഇത് അടിഭാഗത്താണ്, ചീത്ത ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അടിഭാഗത്താണ് ഇതുപോലെ നമ്മളുടെ അടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കഫ് സ്റ്റിച്ച് ചെയ്യൽ പല രീതിക്കുണ്ട്. ഈ ഒരു മെത്തേഡ് എല്ലാ കഫിനും ഈ ഒരു മെത്തേഡൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ 2 സൈഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ബട്ടൺസ് വെക്കുന്ന കഫിനും ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന കഫിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ബട്ടൺസ് വെക്കുന്ന കഫൊക്കെ സ്റ്റിച്ച് ചെയ്യൽ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക, അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. ഈ ഒരു കഫും നമ്മൾ ബട്ടൺസ് വെക്കുന്ന കഫുമായിട്ട് ഒരുപാട് കുറച്ച് വ്യത്യാസങ്ങൾ സൈഡിനൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ കഫും നമ്മുടെ സ്ലീവ് ആ ഒരു ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ കഫിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാട്ടോ. അതായത് നമ്മളെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു റൗണ്ട് ഇല്ലേ, ആ ഒരു റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്യുക. നമുക്ക് ആ റൗണ്ടിൻ്റെ അളവ് എത്രയാണോ വരുന്നത് അതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വരുന്ന രീതിക്ക് തുണി അവിടെ വെച്ചിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയും സ്ലീവിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോഡിയുടെ സ്കേർട്ട് പാർട്ടിൻ്റെ പരിപാടികളിലോട്ട് നമുക്ക് കടക്കണം. സ്കേർട്ട് പാർട്ട് ഇതുപോലെ 3 പാർട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 3 ലെയറാണ്. ഫസ്റ്റ് ബോഡിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ താഴെ അതിനെക്കാട്ടിയും ഒരു കുറച്ചൊരു 7 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ക്ലോത്തും അതേപോലെ തന്നെ ഒരു 7 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ.
അപ്പോൾ ഇതാ ഈ താഴത്തത് നിങ്ങൾക്ക് ഒരുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ അറിയാത്തവരാണെങ്കിൽ, അതായത് ഒറ്റ തുല്യ അകലത്തിൽ പ്ലീറ്റ് ഇട്ട് ആവുന്നില്ല, അല്ലാലും നമുക്ക് ഇത് ഏറ്റവും അടിയിലത്തെ ലെയറാണ്, മൂന്നാമത്തെ ലെയറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ടാമത്തെ ലെയറിന് ഈക്വലായിട്ട് ചിലപ്പം പ്ലീറ്റ് ഇടുമ്പം ചിലപ്പം കുറഞ്ഞു പോകും, ഈക്വലായിട്ട് കിട്ടൂല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ രണ്ടാമത്തെ ലെയറിന് കണക്കായിട്ട് മൂന്നാമത്തെ ലെയറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരേ അകലത്തിൽ പ്ലീറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ പിന്ന് കുത്തിയിട്ട് നമ്മുടെ സാധാ മുട്ടുസൂചി പിന്ന് അവിടെ കുത്തി വെച്ചിട്ടുണ്ട്, സ്കാർഫ് പിന്നില്ലേ, നമ്മൾ പിന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യുമ്പം അത് അയച്ചെടുത്തിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും ഫസ്റ്റ് ലെയറിന് കണക്കായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ. എല്ലാം ഒരേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബോഡി പാർട്ടില്ലേ, ആ ബോഡി ആയിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ലെയർ ജോയിൻ ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റത്തെ ലെയർ ജോയിൻ ചെയ്യും. ഈ ഫസ്റ്റിലത്തെ ലെയറിൻ്റെ ഈ ഒരു അടിഭാഗം, ഇത് നല്ല ഭാഗമാണ് കേട്ടോ. ഈ ഏറ്റവും അടിഭാഗത്താണ് നമ്മൾ സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്യുക. ഈ സെക്കൻഡ് ലെയറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് നമ്മൾ തേർഡ് ലെയർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുമിച്ച് പ്ലീറ്റ് ഇടാൻ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് അതായത് സ്റ്റിച്ച് ചെയ്യുന്നതിന് പ്ലീറ്റ് ഇട്ട് പോരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ഈക്വലായിട്ട് കിട്ടൂല എന്നൊക്കെ ഇല്ലവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒരു പിന്നൊക്കെ കുത്തിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈക്വലായിട്ട് ഒരുപോലെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു മുകളിലത്തെ ലെയർ അതിന് കണക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ മനസ്സിലാവാത്തവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളെ ഫസ്റ്റ് ലെയറിൻ്റെ അടിഭാഗത്താണ് സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയർ ആ പ്ലീറ്റ് ഇട്ട ഭാഗം ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ അടിഭാഗത്ത് നമ്മൾ തേർഡ് ലെയറിൻ്റെ പ്ലീറ്റ് ഇട്ട ഭാഗം നല്ല ഭാഗവും കൂടി വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത്. ഇതുപോലെ നല്ല ഭാഗവും കൂടി വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ലെയറായിട്ട് വരുന്ന എല്ലാ ടോപ്പും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാറ് കേട്ടോ. ഈ ഒരു ഡ്രസ്സെന്ന് മാത്രമല്ല, ലെയേഴ്സായിട്ട് വരുന്ന വലിയ ഗൗൺ ആയിക്കോട്ടെ, കുട്ടികളുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ലെയേഴ്സായിട്ട് വരുന്ന എല്ലാ ഡ്രസ്സും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഫേസ് ടു ഫേസ് നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ലെയർസും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡിയായിട്ട്, അതായത് നമ്മൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫ്രണ്ടിലോട്ടും അതായത് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് 2 പാർട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ 2ലേക്ക് വേണ്ടിയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വേണ്ടേ. അപ്പോൾ ലൈനിങ്ങും കൂടി നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കാം. നമ്മൾ ഈ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതിന് കണക്കായിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ ഒന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കാം. ഒരു വലിയ പ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്, ചെറിയ പ്ലീറ്റ് ഒന്നുമല്ല. കാരണം അടിയിൽ വരുന്നത് കുറച്ച് വലിയ പ്ലീറ്റ് തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ട് പാർട്ടുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബോഡിയായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത്, അതായത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്തല്ല, സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗത്ത്, സാധാരണ നമ്മൾ ലൈനിങ് ഒക്കെ അടിഭാഗത്തല്ലേ വരുന്നത്, ആ രീതിക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ വരുന്ന ഫസ്റ്റത്തെ ലെയറാണ് നമ്മളിത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫസ്റ്റത്തെ ലെയറിൻ്റെ കൂടെ നമ്മൾ ലൈനിങ്ങും ഇതുപോലെ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 2 പാർട്ടും, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബോഡിയായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ആ സമയത്ത് കൺഫ്യൂഷനൊന്നും വരേണ്ട ആവശ്യമില്ല, തുണിയൊന്നും തെന്നിപ്പോവോ ഒന്നും ചെയ്യില്ല, നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ സ്കേർട്ട് പാർട്ടും നമ്മുടെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്കേർട്ട് പാർട്ടിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ ആ നടുക്ക് നമുക്കൊരു ഈ സെൻറ്റർ പോർഷൻ നമുക്കൊരു ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ബോഡീൻ്റെ സെൻറ്റർ പോർഷനിലും നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടും നമ്മൾ സ്കേർട്ടായാലും ബോഡി ആയാലും രണ്ടിൻ്റെ നടുഭാഗത്തു നിന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്തോട്ട് നമ്മളെ ബോഡീൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. ഇതിപ്പം ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കേണ്ട പരിപാടിയില്ല. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഭാഗവും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും.
ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ നല്ല ഭാഗത്തോട്ടാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനെ നമുക്ക് പിറകുവശം നമ്മുടെ ചീത്ത ഭാഗത്തോട്ട് നമുക്ക് അതിനൊന്ന് മറിച്ചിടാം. ഇനി ഇതിൽ മെയിനായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പോക്കറ്റ് പല രീതിക്ക് വെച്ച് കൊടുക്കാറുണ്ട്. ഇത് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിക്കാണ് കേട്ടോ ഒരു പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ ഒരു ഷേപ്പ് വരെ നമുക്കൊന്ന് നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് നമ്മളുടെ ബോഡിയുടെ ആ ഒരു വേസ്റ്റിൻ്റെ അതായത് സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വരെ നമ്മുടെ ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു ഇത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിന്, അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിന്. അതൊക്കെ നമ്മളുടെ ബോഡി നമ്മൾ അളവിന് കണക്കായിട്ട് നമ്മുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിന് കണക്കായിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതുവരെ ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് താഴത്തോട്ടാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും അറിയാം. നമ്മൾ നമ്മുടെ ഒരു ഹിപ്പിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്ന പോലെ ആ ഒരു രീതിക്കാണ് നമുക്ക് പോക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വരെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ സ്ലീവും എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലീവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവ് നമ്മളെ ബോഡീൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പോക്കറ്റ് വെക്കുന്നത് നമുക്കൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബോഡിക്ക് കണക്കായിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇതിൽ തയ്യൽ തുമ്പോലെ അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ജസ്റ്റ് ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പോക്കറ്റൊക്കെ നമ്മൾ ഇതിനായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 to 7 ഇഞ്ചാണ് ഞാനൊരു പോക്കറ്റിൻ്റെ നമ്മളെ വിഡ്ത്ത്, അതായത് നമ്മൾ ഈ നമ്മളൊരു കൈ പോകുന്ന രീതിക്കുള്ള ഒരു വിഡ്ത്ത്, അതാണ് ഞാനിപ്പോൾ ഇവിടെ 6 to 7 ആയിട്ട് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 or 7 എടുത്താലും കുഴപ്പമില്ല. 7 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവിടെ അതായത് പോക്കറ്റായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചൊരു 1/2 ഇഞ്ച് വേണം. ഇതുപോലെ 1/2 ഇഞ്ചിൽ നമുക്കൊരു ലൈൻ വേണം. നമ്മൾ ഒരിക്കലും മുകളിൽ ബോഡിക്ക് എടുത്ത പോലെ 2 ഇഞ്ചൊന്നും ഒരിക്കലും സ്കേർട്ടിനൊന്ന് 2 ഇഞ്ചൊന്നും എടുക്കാൻ പാടില്ല. അത് ഏത് ഡ്രസ്സിനായാലും നമ്മളൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ആ ഒരു മെഷർമെൻറ്റ് തന്നെ മതി. നമുക്കിത് സ്കേർട്ട് പാർട്ട് അതായത് ഫ്രണ്ടും ബാക്കും ഒരു സ്കേർട്ട് ജോയിൻ ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും 3/4 ഇഞ്ച് അത്രേ ആവശ്യമുള്ളൂ. മുകളിൽ പിന്നെ നമ്മൾ ബോഡി അവിടെയൊന്നും നമുക്ക് എപ്പോഴും സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ പ്ലേറ്റ് ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ഫ്ലെയറിൽ നിൽക്കും. അവിടെ പിന്നെ നമുക്ക് തടിക്കുകയോ ആക്കുകയോ ഒന്നും ചെയ്യുന്ന ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പം മുകളിൽ നമുക്ക് തടിക്കുകയോ ആക്കുകയോ ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ കൂടി വേറൊരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മൾ എക്സ്ട്രാ അവിടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെയൊന്നും താഴെ എടുക്കേണ്ട ആവശ്യമില്ല. താഴെ നമുക്കിത് ഇതുപോലെ ഞാൻ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പോക്കറ്റ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചീത്ത ഭാഗത്താണ് ആദ്യം മാർക്ക് ചെയ്തത്, അതന്നെ ഞാൻ നല്ല ഭാഗത്തോട്ടും കൂടി ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പോകെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പോക്കറ്റിന് വേണ്ടിയിട്ടില്ല എടുത്തിട്ടില്ല ക്ലോത്ത് എന്ന് പറയുന്നത്. ഞാനൊരു സിംഗിൾ ഫോൾഡ് ചെയ്തിട്ടേ ഉള്ളത്. അപ്പോൾ ഇത് നിവർത്തിയിട്ട് ഇതിൻ്റെ നീളവും വീതിയൊക്കെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീളം ഇതിങ്ങനെ നീളമായിട്ട് കൂട്ടുവാണെങ്കിൽ ഇതിപ്പോൾ 20 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 20 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയായിട്ട് നമ്മൾ ഇങ്ങനെ വീതി കൂട്ടുവാണെങ്കിൽ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഞാൻ വീതിയായിട്ട് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്തിട്ടല്ല, ഫോൾഡ് ചെയ്യാതെ നിവർത്തി ഇടുന്ന സമയത്ത് 20 ആണ്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് 10 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. ഇതായിരിക്കും നമ്മളെ പോക്കറ്റിൻ്റെ നീളം. അതായത് 10 ഇഞ്ചാണ് നമ്മളെ പോക്കറ്റിൻ്റെ നീളമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല, തുറന്ന ഭാഗത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ തുറന്ന ഭാഗത്ത് നമ്മൾ ഒരു സൈഡിന് ഒരു 1/2 ഇഞ്ചും 3/4 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം നമ്മളെ ഡ്രസ്സിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 7 ഇഞ്ച് പോക്കറ്റിന് അടയാളപ്പെടുത്തിയിട്ടില്ല. അത് ഈ തുറന്ന ഭാഗത്ത് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, ഈ 2 ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എന്തായാലും വേണം. അത് നമുക്ക് ഇതിപ്പം ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിക്കണം, സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ കുറച്ച് ഗ്യാപ്പ് വേണം. പിന്നെ അവിടെ നിന്ന് നമ്മളെ ടോപ്പിൽ നമ്മൾ ഇതായിട്ട് പോക്കറ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടില്ലേ, 1/2 ഇഞ്ചും 3/4 ഇഞ്ചും അത് നോക്കിയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ തുണി കുറച്ച് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും, അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോക്കറ്റിലോട്ട് കൈ നോർമലി ഇടുന്ന ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു കൈയിൻ്റെ ഷേപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ പോക്കറ്റിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഇടുന്നതെങ്കിൽ ഇപ്പോഴത്തെ മൊബൈൽസിനൊക്കെ നല്ല അത്യാവശ്യം വീതിയും നീളവും ഒക്കെ വരുന്ന നമ്മളെ മൊബൈൽ എന്ന് പറയുന്നത് അല്ലേ, പണ്ടത്തെ പോലത്തെ അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളെ പോക്കറ്റിനും അത്യാവശ്യം നീളവും വീതിയും ഒക്കെ വേണം. അപ്പോൾ ഞാൻ കറക്റ്റ് പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞ രീതിക്കൊന്നുമല്ല, ഞാനൊരു അത്യാവശ്യം നല്ല വൈഡായിട്ട് നിൽക്കുന്ന രീതിക്കുള്ള ഒരു പോക്കറ്റ് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയത് മതി എന്നുണ്ടെങ്കിൽ ഇതിലെ മെഷർമെൻറ്റ്
മെഷർമെൻറ്റ്സ് ചെറുതാക്കിയാൽ മതി, അളവുകൾ ചുരുക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ എൻ്റെ ഒരു കയ്യിൻ്റെ ആ ഒരു നീളവും വീതിയും കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ശരിക്കും ഒരു നമ്മളൊരു ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ്, അതായത് നമ്മൾ ലവ് വരക്കുന്നില്ലേ അതിൻ്റെ ഒരു പകുതിയില്ലേ, അത് ലവിൻ്റെ ഒരു പകുതി ഭാഗത്ത് വരുന്ന പോലെ അങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ. അത് ശരിക്കും ഒരു പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ വെറുതെ തുണി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് അത്യാവശ്യം കുറച്ച് വൈഡായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ കയ്യിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് കണക്കായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിലോ ഇല്ലാത്തെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. നമ്മളെ ന്യൂസ് പേപ്പറൊക്കെ ഇല്ലേ അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. കൈയൊക്കെ വെച്ചിട്ടൊന്ന് ഷേപ്പൊക്കെ ചെയ്ത് നോക്കി കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ നല്ല ഫാബ്രിക്കിലോട്ട് തുണിയിലോട്ട് നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പോക്കറ്റിൻ്റെ കട്ടിങ്. പല രീതിക്ക് കട്ടിങ് ഉണ്ട്. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിക്ക് അറ്റാച്ച് ചെയ്യുന്നതും ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനങ്ങനെ നമ്മൾ ആ പോക്കറ്റ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അത് രണ്ട് ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇവിടെയാണ് നമ്മൾ പോക്കറ്റിനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു സൈഡിനെ പോക്കറ്റ് വെച്ച് കൊടുക്കും. അത് റൈറ്റ് സൈഡിനായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിന് വെക്കാം. നോർമലി നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യൽ റൈറ്റ് സൈഡിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ മെഷർമെൻറ്റാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിനല്ലോ, ഈ 1/2 ഇഞ്ചിലാണ് നമ്മൾ ഈ പോക്കറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ജോയിൻ ചെയ്യുന്നത് നല്ല ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് നമ്മളെ ഈ ടോപ്പിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് നല്ല ഭാഗത്തോട്ടൊന്ന് തിരിച്ചിടാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടോപ്പിനെ നല്ല ഭാഗത്തോട്ട് മറിച്ചിട്ട ശേഷം നമ്മൾ അടിഭാഗത്ത് അടയാളപ്പെടുത്തിയ സെയിം മെഷർമെൻറ്റിനെ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 7 ഇഞ്ച് നമ്മൾ അടിഭാഗത്ത് അതായത് ചീത്ത ഭാഗത്ത് അടയാളപ്പെടുത്തിയ സെയിം 7 ഇഞ്ചിനെ നമ്മൾ നല്ല ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു 1/2 ഇഞ്ച്, അതായത് പോക്കറ്റായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 1/2 ഇഞ്ചും അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ പോക്കറ്റുമായിട്ട് ജോയിൻ ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോക്കറ്റിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനില്ലേ, നമ്മൾ 7 ഇഞ്ച് പോക്കറ്റിന് ഷേപ്പ് അല്ലാതെ ഫസ്റ്റ് ഒരു 7 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന്. അതായത് രണ്ട് സൈഡിനും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ ആ ഒരു ഷേപ്പിൽ അടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ 7 ഇഞ്ച് ഇതുമായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന്. ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം സിംഗിൾ ഫോൾഡ് ആയിട്ടാണ് മടക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്യുമ്പം ഷേപ്പായിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ടാവും. ഒരു പീസ് ആ ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ, അതായത് റൈറ്റ് സൈഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ അടിഭാഗത്ത് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 സൈഡിനും നമ്മൾ ഇതുപോലെ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഭാഗവും കൂടി വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ മുകളിലോ കൂടി ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കാമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ടിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ നോർമലി നമ്മളെ എൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ വരെ ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് താഴത്തോട്ട് ആ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് പോക്കറ്റൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു പോയിൻ്റ് നമ്മൾ 7 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പോയിൻ്റാണ്. അവിടെ നിന്ന് ഇതുപോലെയാണ് നമ്മൾ പോക്കറ്റ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോക്കറ്റിനെ 2 ഭാഗം ഇങ്ങനെ 2 പാർട്ട് ആക്കാതെ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് അതുപോലെ തന്നെ നമ്മൾ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ അത് ബിഗിനേഴ്സിനൊക്കെ ചിലപ്പം കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതി വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ പോക്കറ്റ് അടക്കം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ സിമ്പിളാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം താഴെ വരെ നമ്മൾ ലൈനിങ്ങും നല്ല ഭാഗം ഒരുമിച്ച് നല്ല ക്ലോത്തില്ലേ ഫാബ്രിക് അതും ഒരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അല്ല ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും ഇതുപോലെ നല്ല ഫാബ്രിക് ഒരു സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എങ്ങനെയായാലും നമുക്ക് അതിൻ്റെ രീതിക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഭാഗം നല്ല ഫാബ്രിക്കില്ലേ മെയിൻ ക്ലോത്തില്ലേ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെയാണ് കേട്ടോ ജോയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് ജോയിൻ ചെയ്ത് നമുക്ക് നോക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിനാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലേ അപ്പുറത്തെ ഭാഗമല്ല, നമ്മൾ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിന് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ഭാഗം നമുക്ക് പ്ലെയിനായിട്ട് നോർമലി നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ലൈനിങ്ങും നല്ല ക്ലോത്തും എങ്ങനെയാണ് സെപ്പറേറ്റ് ജോയിൻ ചെയ്യാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ ഷേപ്പ് വരെ നമ്മൾ ലൈനിങ് ആയിട്ട് തന്നെ ഒരുമിച്ചിട്ട് തന്നെ നല്ല ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യും. അതിനുശേഷം ഇതാ ലൈനിങ് മാറ്റിയിട്ട് നല്ല ക്ലോത്ത് മാത്രം ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അടിഭാഗത്ത് വരെ നല്ല ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇവിടെ വരെയാണ് നമ്മൾ ലൈനിങ്ങും നല്ലതും ഒരുമിച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ലൈനിങ് മാറ്റിയിട്ട് നല്ല ക്ലോത്ത് മാത്രം ജോയിൻ ചെയ്തു രണ്ട് ഭാഗവും. ഇനിയിപ്പോൾ നമുക്ക് ആ നല്ല ക്ലോത്ത് മാറ്റിയിട്ട് ലൈനിങ് മാത്രം ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാറ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ അതായത് നല്ലതിൻ്റെ മുകളിൽ തന്നെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യങ്ങളനുസരിച്ചിട്ട് നിങ്ങളെ ഒരു എളുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മളങ്ങനെ നമ്മളെ സ്കേർട്ടൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോക്കറ്റ് വരുന്ന ഭാഗമാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ വരെയാണ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ആ 7 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ്. അവിടെ ഒരു നല്ല രീതിക്ക് തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നോർമലി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ 7 ഇഞ്ച് നമ്മൾ വരച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ആ 7 ഇഞ്ച് നമ്മൾ എത്തുന്ന ആ ഒരു ഭാഗമില്ലേ, ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമലി ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യുന്നില്ല ആ ഒരു നോർമൽ സ്റ്റിച്ചിന് ഇവിടുന്ന് ആ 2 പോയിൻറ്റ് നമ്മൾ ആ 1 ഇഞ്ച് ടു 7 ഇഞ്ച് 1 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റും 7 ഇഞ്ച് ആവുന്ന ആ ഒരു പോയിൻറ്റും നല്ല രീതിക്ക് തന്നെ അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പോക്കറ്റിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പോക്കറ്റും കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ പോക്കറ്റും കാര്യങ്ങളും സൈഡൊക്കെ ജോയിൻ ചെയ്ത് ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടിഭാഗത്ത് മടക്കിയിരിക്കണം. അടിഭാഗത്ത് ഞാനിപ്പം ഇത് മടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നമുക്കൊരു അര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് പോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒരു അര ഇഞ്ചിൽ ആദ്യം മടക്കുക, പിന്നെ നമ്മളൊരു അര ഇഞ്ചും കൂടെ മടക്കിയിട്ട് അങ്ങനെ 1 ഇഞ്ച് കണക്കാവുന്ന രീതിക്ക് നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 2 വട്ടം ഒരുമിച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ചിലപ്പം അങ്ങനെ മടക്കുമ്പം നമുക്ക് ഒരു വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരിക്കൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഫുൾ റൗണ്ട് അടിക്കുക. അതിനുശേഷം രണ്ടാമത് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഫുൾ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തുണി വലിച്ച് പിടിക്കാൻ പാടില്ല. ഓവറായിട്ട് വലിച്ച് പിടിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു നിൽക്കുന്ന പോലെ ഒരു ഫിനിഷിങ് കിട്ടൂല നമുക്ക് കേട്ടോ സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ എപ്പോഴും ഏത് ഡ്രസ്സായാലും ഇപ്പോൾ നമ്മൾ ചുരിദാറിന് സ്ലിറ്റൊക്കെ ആയാലും ഏത് ഡ്രസ്സ് അടിക്കുന്നതായാലും ഇങ്ങനെ സിംഗിൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വലിച്ചു പിടിച്ച് അടിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആയ പോലെ തോന്നും, പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ പോക്കറ്റൊക്കെ നല്ല വൈഡായിട്ട് തന്നെ ഞാൻ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മൊബൈലൊക്കെ പോകേണ്ട രീതിക്ക് അങ്ങനെ വൈഡായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമുക്കിനി അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.